ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ ഈ നടു റോഡില് ഈ റൗണ്ട് ബോട്ടിന്റെ സെൻട്രലിൽ വെച്ചൊരു വെറൈറ്റി പരിപാടി പ്ലാൻ ചെയ്യുവാണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതെ, എവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കോ? വണ്ടി നിർത്ത് ഏതെങ്കിലും ഒരു കടയ്ക്ക് കേക്ക് മേടിക്കുന്നു. അപ്പടെ ബർത്ത്ഡേ ആടാ പൊന്നുമ്മ. ഇപ്പൊ എന്റെ ദൈവമേ ഉറങ്ങിക്കോട്ടോ. പിന്നെ മമ്മി ഉറങ്ങുന്നില്ലായിരുന്നു. അയ്യോ, ഇന്നലെ മമ്മി കാരണം സത്യം പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ വിട്ടു പോയേക്കാൻ നോക്കാം. ഇത് ഒരു വലിയൊരു മഞ്ചേരി നഗരസഭ. അപ്പോ നമുക്കൊരു വലിയ ബോർഡ് കിട്ടിയ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാം. മഞ്ചേരിക്കാരെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിലേക്ക് കേറാൻ വേണ്ടി തുടങ്ങും കേട്ടോ. വയോ ആദിക്കപ്പോ വണ്ടിക്കകത്ത് കേറണ്ട. കഴിയല ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് കാഴ്ചകൾ കാണണം. കേറാൻ കഴിയല. പോവണ്ടേ നമുക്ക് വീട്ടില്? വീട്ടിൽ പോണം, ഇടുക്കി പോണം. വണ്ടി അടയ്ക്ക്. ഞാൻ തന്നെ എങ്ങനെയാ പോവാ? കേറി വാ. അടക്ക് നോക്ക്. എന്റെ ദൈവമേ, കേറി വാട ഇങ്ങോട്ട്. അറിയില്ല, ഇങ്ങോട്ട് വാ. നമ്മുടെ മഞ്ചേരി ടൗണിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, ഇനി നമ്മള് ഇവിടുന്ന് തൃശ്ശൂർ തിരിയാൻ പോവാണ്. തൃശ്ശൂരാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് അറിയാവുന്നത്. ബാക്കിയൊന്നും നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് തൃശ്ശൂർ വെച്ചു. തൃശ്ശൂർ കാണുന്ന സെന്ററാ. ഓ, അവിടുന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഓക്കെ. അപ്പം മഞ്ചേരി ടൗണിന് അടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറെ ഒരുപാട് നല്ല വലിയൊരു ടൗൺ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടൗൺ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇന്ന് ഇച്ചായന്റെ ബർത്ത്ഡേ ആണ്. 12 മണിയായി സമയം. നമ്മള് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂര് റൗണ്ട് ബോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ കൃത്യം 12 മണിയായപ്പോ എത്തി. അന്നേരം ഇപ്പൊ ഒരു ഐഡിയ തോന്നി, എടി ഇവിടെ ഇറങ്ങി ഇവിടെ വെച്ച് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതെ, എവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കോ? വണ്ടി നിർത്ത് ഏതെങ്കിലും ഒരു കടയ്ക്ക് കേക്ക് മേടിക്കുന്നു പറഞ്ഞു. രാത്രി 12 മണിക്ക് എവിടെയാ കേക്ക് വെച്ചേക്കുന്നത്? അന്ന് നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നേ കുഴപ്പമില്ല. നേരത്തെ പ്ലാൻ ചെയ്തില്ലല്ലോ. അപ്പൊ കേക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചായന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലെന്ന് വെക്കുന്നൊന്നുമില്ല. എന്തായാലും ഇച്ചായന്റെ നമ്മൾ ഈ നടു റോഡില് ഈ റൗണ്ട് ബോട്ടിന്റെ സെൻട്രലിൽ വെച്ചൊരു വെറൈറ്റി പരിപാടി പ്ലാൻ ചെയ്യുവാണ്. എന്നാ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്കൂട്ടം നാലിന്റെ ഉറക്കമാണ്. വണ്ടി നമ്മൾ ഈ റൗണ്ട് ബോട്ടിന്റെ സൈഡിലേക്ക് മാറ്റി അങ്ങ് നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ ആകെയുള്ളത് വാഴപ്പഴമാണ്. ഓറഞ്ചും. എഴുന്നേക്കടേ, അപ്പന്റെ ബർത്ത്ഡേ ആടാ. എന്നാ ഉറങ്ങിക്കോ. അപ്പം നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കട്ട് ചെയ്യോ ചായ? കട്ട് ചെയ്തോ? ആംബുലൻസ് ഒക്കെ പൊക്കോട്ടെ. കട്ട് ചെയ്യോ? ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു നിനക്ക് തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചായ എനിക്ക് തരുന്നില്ലേ? നിനക്ക് തരുന്ന നിന്റെ ഹാപ്പി അവൻ ഉറങ്ങിക്കോട്ടെ. അവൻ എണിപ്പിച്ച ഞാൻ കുടുങ്ങിപ്പോവും. ഞാൻ കട്ട് ചെയ്ത് തരാം കുറച്ച്. ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടോ ഞങ്ങള്. അയ്യോ, ഒന്നും കൂടെ ഒരു മിനിറ്റ്. ഞാൻ ക്യാമറ നോക്കിക്കൊണ്ട് വായിലേക്ക് ഇട്ടതാ. ഓക്കെ. അപ്പൊ എത്ര വയസ്സായി? പ്രായം പറയാൻ പാടില്ല. അപ്പൊ നമ്മള് നിൽക്കുന്ന സ്ഥലം എവിടെയാ ഇത്? MA-കെയറോ? ഫൗണ്ടേഷന്റെ MA-കെയർ ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക്. തൃശ്ശൂർ സെൻട്രൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം റൗണ്ട് ബോട്ട് ഇവിടെ തൃശ്ശൂർ റൗണ്ട് ബോട്ട്. അപ്പൊ നമ്മുടെ ഈ ആകെയുള്ള ഓറഞ്ച് നമ്മള് കഴിക്കുന്നില്ല. രാത്രി ഇത്ര സമയമായില്ലേ?
അപ്പൊ നമ്മള് നമ്മുടെ എന്താ എന്റെ പേര്, വാഴപ്പഴം വാഴപ്പഴം കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിരിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ ഓർത്താ, പക്ഷെ വീട്ടിലെത്തുന്നതിന് നമുക്ക് എത്താൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആഘോഷിക്കും. എന്നാലും ഒരു മുട്ടായി പോലും എനിക്ക് വാങ്ങി തന്നില്ലോടി, കഷ്ടമുണ്ട്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഒന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ, ഒന്നും മേടിച്ചു കൊടുത്തില്ല, ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തില്ല. കഷ്ടമായി പോയി കേട്ടോ, കഷ്ടമായി. എനിക്കറിയില്ല എന്നാ മേടിച്ചു കൊടുക്കണ്ടേ, എന്നാ മേടിച്ചു കൊടുക്കണേന്ന് അറിയില്ലേ? ഡ്രസ് മേടിച്ചു തരണോന്ന് അല്ലേ രാത്രി ഫുള്ള് ശല്യം ഉണ്ടാക്കും. അല്ലെ ഇവൻ അലമ്പാക്കി കളയും കേട്ടോ, അതുകൊണ്ടാണ്. പോവാ നമുക്ക് പോവാം. നമ്മുടെ ബർത്ത്ഡേ ഇവിടെ തൽക്കാലം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും എറണാകുളത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കണം. കാരണം ഇവിടെ ഒരാൾക്ക് വയ്യായിക പറയുന്നുണ്ട്, ഇവിടെ 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 താഴെ താഴെ. അപ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങ് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നല്ല സൗകര്യമുള്ള ഒത്തൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ നമ്മളിവിടെ നിൽക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പഴവും ഓറഞ്ചും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. പോകാൻ കൂട്ടു. ടാറ്റ. ഉമ്മ അപ്പയ്ക്ക് ഉമ്മ വരുന്നു. എനിക്ക് ഉമ്മ വന്നു, ഉമ്മ വന്നു. ഓ എന്റെ പൊന്നെ വെച്ച് തിരിച്ചോണ്ട് നോക്കത്തിലേക്കുണ്ട് ഉമ്മ, പൊന്നുമ്മ. ഇപ്പൊ വന്നത് എന്റെ ദൈവമേ ഉറങ്ങിക്കോട്ടോ. നമ്മളിവിടെ കിടന്ന് ഇത്രയും ഒച്ചയില് സംസാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങള് അത് പിന്നെ കാണിക്കാം. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ. ഞങ്ങൾ അങ്കമാലിയിലെത്തി. അല്ല, അങ്കമാലിയില്ലേ, പെരുമ്പാവൂര്. അങ്കമാലിയാണെന്ന് നോക്കാൻ ഞങ്ങൾ റൂം എടുത്തു, പക്ഷെ പെരുമ്പാവൂർ എത്തിയായിരുന്നു. രാത്രി അതുപോലത്തെ പൊരിച്ച പോന്നെ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് 2 മണിയായി. 2 മണി എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഇവൻ വഴക്കായിരുന്നു, ഒന്നും കഴിച്ചില്ല ഇന്നലെ. അതുകൊണ്ട് ഇവിടെ വന്ന് 2 മണി ആയപ്പോഴത്തേക്കും അവക്കും വയ്യാതായി. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ റൂം എടുത്തു. ഇപ്പൊ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന രംഗമാണ്. ഇന്നലെ മസാല ദോശ, ഇന്നും മസാല ദോശ. അതെ, ചായം കഴിച്ച ആദ്യക്കുട്ടനെ നോക്കിട്ട് വേണം, നോക്കുമ്പോ വേണം എനിക്കത് കഴിക്കാൻ. ആദ്യ ഫുഡൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ചാനോട് കഴിച്ചോളാൻ. ആ സമയത്ത് ചായ കഴിപ്പ് തുടങ്ങി തീരാനായി. അതെ, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? സ്ട്രീറ്റ് ലൈറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ ആളായിരിക്കും നമ്മൾ അല്ലേ? നടുകോടിൽ അറിയില്ല. അപ്പൊ നമ്മൾ അതിനായിട്ട് വേണ്ടി നമ്മൾ പോയതല്ല, നമ്മൾ വന്ന വഴിക്ക് നമ്മൾ ബർത്ത്ഡേ ആയി പോയതാണ്. അതാ സംഭവിച്ചത്. അല്ലല്ല, നമ്മള് നാളെ തൊട്ട്, നാളെയല്ല ഇന്ന് തൊട്ട് ശരിക്കും തോപ്രാങ്കുടി പള്ളിപ്പെരുന്നാൾ തുടങ്ങുക. അപ്പൊ പള്ളിപ്പെരുന്നാളിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം പോകുന്നതാണ്. കാരണം നമുക്ക് നേർച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നതാണ്. പോരുന്ന വഴിക്കായി പോയി എന്റെ ബർത്ത്ഡേ. അപ്പൊ 12 മണിയാകുമ്പോ റെഡി, ഒരു അടിപൊളി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഭാഗം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീട്ടിൽ ചെല്ലണം. എപ്പോ ചെല്ലുമെന്നൊന്നും ഇവിടുത്തെ ഇപ്പൊ നേരം വിളത്തുള്ളൂ. ഇന്ന് വൈകുന്നേരം രാത്രിയായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തായാലും റൂമൊക്കെ എടുത്തു. 7:30 വരെ റൂമുണ്ട്. ഇന്നലെ 2 മണിക്ക് എടുത്തതായി. എന്നാലും 7:30 വരെ റൂമുണ്ട്. പിന്നെ പയ്യെ കൂളായിട്ട് ഇവനെ കുളിപ്പിച്ചെല്ലാം കടിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ പോയാൽ മതി. എന്തായാലും നമ്മൾ ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് വീട്ടിലേക്ക്. 2.5 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ എടുക്കും പകലായോണ്ട്. രാത്രിയാണ് നേരത്തെ. അതെ. അപ്പോ
ഞങ്ങൾ പതുക്കെ പിന്നെ മമ്മി ഉറങ്ങുന്നില്ലായിരുന്നു. അയ്യോ ഇന്നലെ മമ്മി കാരണം സത്യം പറഞ്ഞ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ വിട്ടു പോയേക്കാൻ നോക്കാം. മമ്മിക്ക് ഭയങ്കര ടെൻഷൻ. രാത്രിയിലായോണ്ട് ഇവിടുന്ന് ഒരു 2.25 മണിക്കൂർ കൂടിയേ കാണിക്കുന്നുള്ളൂ. പകല് പോയ 3 മണിക്കൂർ കൂടുതൽ എടുക്കും. മമ്മി ടെൻഷൻ എന്ന് പറഞ്ഞാൽ മമ്മി ഫോൺ വിളിച്ച് കാട്ടിക്കൂടെ വരുമ്പോ വല്ല മൃഗങ്ങളും പിടിച്ചാണെന്ന് മമ്മിക്ക് ഭയങ്കര പേടി. അപ്പൊ കാട്ടിക്കൂടെ പോകാനല്ല, ഞാൻ വണ്ണപ്പുറം കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചു. വിചാരിച്ചായിരുന്നു അവിടെ കാറുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്നാലും മമ്മിക്ക് ഒരു രക്ഷയില്ല, മമ്മി സമ്മതിക്കില്ല. മമ്മി പറഞ്ഞു എനിക്ക് ഫോൺ വിളിക്കണം വീഡിയോ കോൾ വിളിക്കണം. ഉറങ്ങത്തില്ല. 2 മണിയായിട്ട് ഉറങ്ങാണ്ടിരുന്ന് ഫോൺ വിളിയാ. ലാസ്റ്റ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു വീഡിയോ കോൾ. ഞാൻ പറഞ്ഞു ഞങ്ങൾ റൂം എടുത്തു എന്ന് പറഞ്ഞു, എനിക്ക് വീഡിയോ കോളിൽ കാണണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ട്. ഞാൻ പിന്നെ ഒരു സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തി വെച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറി. ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറിയിട്ട് അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ബാത്റൂമും ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ റൂം എടുത്തു, ഞാൻ ബാത്റൂമിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാ, അവർ 2 പേരും പുറത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് എന്നാ അടുത്ത ഫോണിൽ വിളിക്കാന്ന് പറഞ്ഞു, ഇവിടെ വിളിക്കാം. ഞാൻ 2 ഫോൺ എൻ്റെ കയ്യിലാന്ന് പറഞ്ഞു. അവളുടെ ഫോൺ എൻ്റെ കയ്യിലാ. അന്നേരം പറഞ്ഞു എനിക്ക് കട്ടില് കാണണമെന്ന് പറഞ്ഞു. പെട്ടില്ലേ എന്തായാലും മമ്മിയുടെ ടെൻഷൻ കാരണം മമ്മി ഉറക്കമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അവര് കിടന്ന് ഉറങ്ങി, രാത്രിയായി ഇരുട്ടായി, എടുക്കാൻ പറ്റിയില്ല, അവര് ഉറങ്ങി, ലൈറ്റിലാണ്. അതൊന്നും പറയാൻ പറ്റിയത്, എനിക്ക് കട്ടില് കണ്ടേ പറ്റുള്ളെന്ന് പറഞ്ഞു. എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാതെ ലാസ്റ്റ് ഞങ്ങള് റൂം എടുത്തു. അപ്പഴാ മമ്മി ഒന്ന് കിടന്ന് ഉറങ്ങി. റൂം എടുത്ത് വീഡിയോ കോൾ വിളിച്ച് കട്ടില് കാണിച്ച് ആദ്യക്കുട്ടനും കട്ടിലേ കിടക്കുന്ന. അന്നേരമാണ് മമ്മി സമാധാനം. ഇല്ല ഞങ്ങളിപ്പോ വീട്ടിൽ ചെന്ന് എന്താ പറയാ ഉറങ്ങി എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. സാരമില്ല, പോട്ടെ. അപ്പം അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ അയ്യോ സന്തോഷം മൂത്തുക.